ഏറ്റുമാനൂർ നഗരസഭയിൽ സ്വന്തം വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയവുമായി UDF രംഗത്ത് വന്നു. കേരള കോൺഗ്രസ് പ്രതിനിധി KB ജയമോഹനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുള്ളി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് അവിശ്വാസം കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനങ്ങൾ മൊത്തം. അപ്പം കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസിന് നോട്ടീസ് കൊടുത്ത് അവരാണ് ജയമോഹന് നോട്ടീസ് കൊടുത്ത് മാറണമെന്നുണ്ട്. അപ്പോൾ ഇതുവരെയും പുള്ളി രാജിവെക്കാനോ അല്ലെങ്കിൽ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീണ്ടു പോകുമായിരുന്നു. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുള്ളി UDFന് വിരുദ്ധമായിട്ട് തന്നെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനം UDFിനുള്ളിൽ അങ്ങനെ ഉരുണ്ടുകൂടാൻ കാരണം ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് യഥാർത്ഥ കാരണം. നിയമപ്രകാരം ഭരണം കൊണ്ടുപോകുന്നതിനകത്ത് കഴിയാത്ത അവസ്ഥ, ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് ജാഗ്രതയില്ലായ്മ, അതേപോലെ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത്, പ്രോജക്റ്റുകൾ സമയബന്ധിതമായി DPC കൊടുത്ത് അനുവാദം വാങ്ങിക്കാത്തത്, ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ സമയാസമയങ്ങളിലെല്ലാം കൗൺസിൽ ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടപെടുന്നതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ടോബി, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഏറ്റുമാനൂർ നഗരസഭയിൽ UDFന് തന്നെ തലവേദനയായി അവരുടെ വൈസ് ചെയർമാൻ മാറിയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസുമായിട്ടുള്ള ധാരണ പ്രകാരം ജോസഫ് വിഭാഗത്തിന് ഒരു വൈസ് ചെയർമാൻ സ്ഥാനം നൽകുകയായിരുന്നു. 6 മാസമായിരുന്നു കാലാവധി. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഈ ജയമോഹൻ എന്ന വ്യക്തി ആ സ്ഥാനം ഒഴിയാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് കേരള കോൺഗ്രസിനോട് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകി. പക്ഷേ അദ്ദേഹം മാറിയില്ല. തുടർന്നാണ് UDF ഒറ്റക്കെട്ടായി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അവിശ്വാസം വന്നപ്പോൾ അന്ന് ഈ ചെയർമാനെതിരെ വൈസ് ചെയർമാൻ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം കൂടി കണക്കുകൂട്ടിയാണ് ഇപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലെ കക്ഷിനില പ്രകാരം ഈ ഒരു അവിശ്വാസം കൊണ്ടുവന്നത് പാസ്സാകുകയാണെങ്കിൽ ഒരുപക്ഷെ UDFന് അധികാരം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഭരണം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹത്തെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. അതേസമയം ഈ ജയമോഹൻ എന്ന് പറയുന്ന വൈസ് ചെയർമാൻ പറയുന്നത് താൻ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, അതിന് എതിരായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് തനിക്കെതിരെ പാർട്ടിയും UDFും കൈക്കൊള്ളുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയൊരു ആശങ്കയിലേക്ക് അല്ലെങ്കിൽ UDFന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് ഈ വൈസ് ചെയർമാന്റെ നിലപാടുകൾ. അതുകൊണ്ടാണ് അവർ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അവിശ്വാസത്തിൽ 35 സീറ്റാണ് മൊത്തമുള്ളത്. 12 LDFും അതുപോലെ തന്നെ 13 UDFുമാണ് അവിടെയുള്ളത്. 3 സ്വതന്ത്രരുണ്ട്, ഒപ്പം തന്നെ 7 BJP പ്രതിനിധികളുണ്ട്. അപ്പോൾ ഈ 3 സ്വതന്ത്രർ BJP വിട്ടു നിൽക്കുകയാണെങ്കിൽ അടുത്ത നിർണായകമാകുന്നത് ഈ 3 സ്വതന്ത്രരുടെ നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ നാടകീയ രംഗങ്ങൾ ഏറ്റുമാനൂർ നഗരസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ അവിശ്വാസത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. SKN.